അതങ്ങനെയാണ്. അത് ആ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ. അത് ചെയ്തു, അത് നന്നായി എന്ന് ഡയറക്ടർ പറഞ്ഞു നന്നായി എന്ന്, കൂടെയുള്ള കോ ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതല്ലേ, വേറെ ഭാഷയിൽ പോയിട്ട് നമ്മൾ. അതെ. Teja, it's a biggest takeaway from Jairam Atal. From Jairam sir, honestly I'm telling you, I have not come across somebody so humble. He for being such a big actor, he just travels alone. He does all his work by himself. He is okay to work along with us without vanity, without any comforts. He was, I'm not exaggerating, he was literally living in a tent in Run of Kutch on sand. He was sleeping with us along with us in that sand, being so simple after having done so much of work in the industry. That is something that we all have to learn from him. അല്ല, അത് നമുക്കങ്ങനെ പറ്റുള്ളൂ. ഒരു മരുഭൂമിയിൽ അങ്ങ് അറ്റത്തൊരു പാകിസ്ഥാന്റെ ബോർഡറാണത്, അവിടെ കിടക്കാൻ അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു ടെന്റ് മാത്രം, ഒരു ടെന്റിൽ ഇദ്ദേഹം ഉണ്ട്, ഒരു ടെന്റ് എനിക്കും കിട്ടി. നിലത്തൊരു തുണി വിരിക്കുക, അവിടെ കിടക്കുക, നല്ല ഭയങ്കര തണുപ്പമാണ് രാത്രി. Teja, it's like all the movies, it's like breaking your comfort zone again and again. So is that something not actors will do for a very long time, breaking that comfort zone? So what is Mirai for you in that zone? Are you saying that I'm breaking my comfort zone or not? Breaking your comfort zone again. I am actually. I definitely want to give something new to the audience every time I deliver something, and I want to make something that is clean, and audience should have an auditorium experience in the theaters. So for that, whatever effort we have to put in, however difficult it is for us, we are ready to do all of it. വളരെയധികം ഇല്ലേ. ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമല്ലേ. മറ്റു ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്ത് റെസ്പെക്റ്റാണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത്. മലയാളത്തിലെ ഓരോ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ, അത് ഞാൻ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടേ ഞാൻ അഭിനയിക്കുന്നതാണ്, എത്രയോ വർഷം മുമ്പ് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടുത്തെ നമ്മുടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരു മാമുക്കോയ, ഒരു ജഗദീഷ് ശ്രീകുമാർ, അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എത്ര വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമില്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. അങ്ങനെയില്ല. അത് സിനിമ കാണുമ്പോൾ പറഞ്ഞ എൻ്റെ ഇത് കളയുന്നില്ല. അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഹീറോനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്, ഏറ്റവും ക്രൂഷ്യലായിട്ട് സമയത്ത് മുഴുവൻ. ഐ വോണ്ട് റിവീൽ. അപ്പോ അത് അങ്ങനെ എന്താ പറയുക, അത് അത്ര നല്ലൊരു ക്യാരക്ടറാണ്. അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചെയ്തപ്പോ. അയ്യോ അതില്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്തിട്ടോണ്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടോണ്ട് വന്നതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പുതിയ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എല്ലാം മാറി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക, അതാണ്. അല്ലാണ്ട് അവർ നമ്മുടെ നിന്നല്ല, നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ പുതിയ പടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ പുതിയ കാളിദാസിന്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവരുടെ സംസാരം, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്,
എന്നല്ലേ നമുക്ക് ഒരു അവരുടെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും പഴഞ്ചനായിട്ടിരിക്കില്ലേ, അതാണ്. ഇല്ല, ഈ ഒരു 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 100 കോടി ബഡ്ജറ്റിലൊരു സിനിമ എടുത്തിട്ട് അതിനൊരു 25 കോടിയുടെ വിഷ്വൽ എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കരമല്ലേ ലോക പോലത്തെ ഒരു സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 30 കോടി ബഡ്ജറ്റിലെടുത്ത സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നമ്മളെ കാണിക്കുന്ന എത്ര 100 കോടിക്ക് മുകളിലൊരു ബഡ്ജറ്റിന്റെ എഫക്റ്റ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ്. അവർക്ക് 100% കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണ്. അത് ഭയങ്കര മറ്റേ എല്ലാ ഭാഷകളൊന്നല്ല, ലോകം മുഴുവൻ അത് കണ്ടുപഠിക്കേണ്ടതാണ്. Sir, first of all that we have achieved in the film, all that you're watching on in the trailer or the teasers, is actually live locations, sir. We didn't use any green screens. It's all live locations, except for that creatures, except for that thing. That is what we were telling. We went to very difficult places to shoot all these things. All those were live locations. But shooting in live locations in such locations was more difficult than doing on a green mat, definitely. But yes, we wanted to deliver something that looks very real, something that is natural. So we went until there to achieve that kind of visual. That's one thing. And about your second question, the new wave of Malayalam cinema, we are all really very proud. I am particularly very happy being if I may say, a part of Indian superheroes. I'm very happy that a new Indian superwoman is out there, and I wish someday all these superheroes will collaborate in one Indian film and make it a real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai, all these people should come together one day, and I hope an Avengers Endgame should happen. Yeah, correct. What is your fixation with these supernatural films? What draws you towards these out-of-box thoughts? We know definitely there is a high risk involved because since it is a high concept film. So what is that fixation? What is actually driving you towards these subjects? Sir, doing new kind of films is not at all risk, sir. Doing the same thing is always a risk. So I particularly I think the child inside me is still alive, who dreams about the impossible things. So those are not possible in real life. So we are doing those in films, and also when I want to find stories which are relevant across age groups, which is clean and to deliver an auditorium experience, these are the kind of films that I'm finding. So yeah, that's about it. So speaking about Jairam sir's body of work, his first film Abaran is like a neo-noir Korean film. It speaks about two different men with their resemblance, and one is a criminal and another is a small-time happy-go-lucky guy, and their lives getting intertwined. So is there a favorite Jairam movie, or is there a favorite Jairam performance? Sir, for me, no. For me, I'll be very honest, sir. For me, Jairam sir is our Telugu actor. For us, we own him so much. So we love him in Ala Vaikuntapuramlo. We love him from Dhamaka. And I'm telling you, everybody across India will have. I want to say that I'm just okay. Everybody in India will feel goosebumps for Jairam sir's dialogues or for his performance in this film. After this releases, this will be my most favorite performance of Jairam sir's. ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ജയറാമേട്ട. ജയറാമേട്ട
ജയറാമേട്ട യോസ്ലറിന്റെ സമയത്ത് ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു, ഇനി വിജയിക്കുന്ന സിനിമകളുടെ ഭാഗമാവാനേ ഞാൻ ശ്രമിക്കുമെന്ന്. ഗോകുലത്തിന്റെ പടം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ഉറപ്പ് കുറച്ചും കൂടി അതിന്റെ ഉറപ്പിന്റെ സാധ്യത കൂടുകയാണ്. എത്രമാത്രം പ്രതീക്ഷിക്കാം 1000 ആശകളിൽ? അതൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു റിവൈസ്ഡ് വേർഷൻ ആയിരിക്കുമോ ശരിക്കും? നമുക്ക് പറയാൻ പറ്റും, ഒരു സിനിമ ഒരിക്കലും പറയാൻ പറ്റില്ല. നന്നാവണമെന്ന് വിചാരിച്ചിട്ട്